ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശ നൽകിക്കൊണ്ട് 18 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശുഭാംശു ശുക്ല ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ. ഇന്ന് വൈകിട്ട് 3 അമേരിക്കൻ തീരത്ത് തെക്കൻ കാലിഫോർണിയയിലെ പസഫിക് സമുദ്രത്തിൽ പേടകം വന്നിറങ്ങുന്നത് ഭാരതീയരുടെ ധന്യനിമിഷമാവും. കപ്പൽ വഴി വീണ്ടെടുക്കുന്ന പേടകത്തിൽ നിന്ന് ശുഭാംശുവിനെയും സംഘത്തെയും ഹൂസ്റ്റണിലെ ജോൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരാഴ്ചത്തെ പരിചരണത്തിനും പരിശീലനത്തിനും ശേഷമാവും പുറം ലോകത്തേക്ക് ഇറങ്ങുന്നതും ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയും. നാസയിലെ ബഹിരാകാശ നിലയത്തിന്റെ കൺട്രോൾ സെന്ററിൽ ISROയ്ക്ക് മാത്രമായി പ്രത്യേക സെൽ അനുവദിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് എയ്റോസ്പേസ് മെഡിസിനിൽ വൈദഗ്ധ്യം നേടിയ 2 ഡോക്ടർമാരും 4 ശാസ്ത്രജ്ഞരും ഭൂമിയിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായി. ബഹിരാകാശത്ത് ശുഭാംശുവും ഭൂമിയിൽ ഇവരും ആർജിച്ച അറിവും അനുഭവജ്ഞാനവുമാണ് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് കരുത്താവുന്നത്. ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ജൂൺ 26-നാണ് ആക്സിയം 4 ദൗത്യം സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോസ് വിസ്നിവ്സ്കി, ടിബോർ കാപ്പു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ശുഭാംശുവിന്റെ മടക്കയാത്ര ഇങ്ങനെയാണ്. ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:38-ന് ശുഭാംശുവും സംഘവും കയറിയ ശേഷം ഡ്രാഗൺ പേടകത്തെ ഹീറ്റ് കവർ പൊതിയുന്നു. 1600 ഡിഗ്രി ചൂട് ഇതിന് പ്രതിരോധിക്കാനാകും. 4:45-ന് ഡ്രാഗൺ പേടകം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വേർപെട്ടു. 4:53-ന് 200 മീറ്റർ അകന്ന ശേഷം ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് കുതിച്ചു. ഭൂമിയെ വലം വെച്ച് 22.5 മണിക്കൂർ യാത്ര. ഇന്നുച്ചയ്ക്ക് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ വേഗത കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നു. 3 മണിയോടെ 2ാം സെറ്റ് പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വേഗത നിയന്ത്രിച്ച് തെക്കൻ കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പതിക്കും. US നാവികസേന പേടകം വീണ്ടെടുത്ത് കപ്പലിൽ കരയിലെത്തിക്കും. ശുഭാംശുവിനെയും കൂട്ടരെയും നിരീക്ഷണത്തിനായി മാറ്റും. 350 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ വേഗം കുറയ്ക്കും. അമേരിക്കയുടെ മുകളിലെത്തിയ ശേഷമാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 350 കിലോമീറ്റർ എത്തുമ്പോൾ ഡി ഓർബിറ്റ് ജ്വലിക്കലുകൾ നടക്കും. തുടർന്ന് പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വേഗത നിയന്ത്രിച്ചാണ് ഭൂമിയിലേക്ക് അടുക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.